ഇടുക്കി പീരുമേട്ടിൽ BLOയെ അധിക്ഷേപിക്കുന്ന ശബ്ദരേഖ പുറത്ത്. രാത്രി ഫോമുമായി വീട്ടിലെത്തിയപ്പോൾ ഇറങ്ങിപ്പോകാൻ വീട്ടിലുള്ളവർ ആവശ്യപ്പെട്ടു. സഹകരിക്കണമെന്നും ഫോം വാങ്ങണമെന്നും BLO അഭ്യർത്ഥിക്കുന്നതും സംഭാഷണത്തിൽ കേൾക്കാം. അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? പക്ഷെ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് ഇവിടെ വേണ്ടെന്നേ. നിങ്ങൾ വേറെ ഈ വത്സമ്മയുടെ വീടല്ലേ ഇത്? അല്ല, വത്സമ്മയുടെ വീടല്ല. ചേച്ചി ഒന്ന് സഹകരിക്കണേ, ഇതൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ഈ 9 മണിക്കൊക്കെ വന്നാൽ ഇവിടെ ഒന്നും സഹകരണം ഒന്നും നടക്കത്തില്ല. പൊക്കോ, നാളെ രാവിലെ വന്നാൽ നോക്കാം. അല്ല, എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണേ. അല്ല, ഞങ്ങളെ വേണം, നിങ്ങൾക്കത് നിർബന്ധം. ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, നിങ്ങളുടെ കയ്യെ കൊടുക്കാം. അത് നിങ്ങൾ 9 മണിക്കാണ് വരുന്നത്. ആ മേശപ്പുറത്ത് വെച്ചിട്ട് വെക്കും. 9 മണിക്കാണ് നിങ്ങളുടെ വീടുകളിൽ കൂടെ ഇതുകൊണ്ട് വരുന്നത്. നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. പോലീസിനെ വിളിക്കണോ? വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട, പോയിക്കോ കേട്ടോ. ഞാൻ തന്നിട്ട് പോകാൻ വന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ തരണ്ടാന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ ഈ പാതിരാത്രിക്ക് വന്നിട്ട്. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആഷിഖ്, ഇതിപ്പോൾ പീരുമേട് BLOയുടെ മാത്രം അവസ്ഥയായി നമുക്ക് കാണാൻ കഴിയില്ല. പലയിടത്തും ഇത് തന്നെ സമാനമായ സാഹചര്യം തന്നെയായിരിക്കും. വീട്ടുകാരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. 9 മണിക്ക് ശേഷമൊക്കെ ഇത്തരത്തിൽ ഫോം പൂരിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞ് ആളുകൾ പോവുകയാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും ആ BLOയുടെ നിസ്സഹായാവസ്ഥ അത് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തീർച്ചയായും ഇടുക്കി ജില്ലയിലെ പീരുമേട് മേഖലയിൽ മാത്രമല്ല മറ്റിടങ്ങളിലെ എല്ലാ BLOമാരും അനുഭവിക്കുന്ന ഒരു നിസ്സഹായാവസ്ഥയാണ് അമൃത ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഈ പരിമിതമായ ദിവസത്തിനുള്ളിൽ എല്ലാ വീടുകളും കയറി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ രാത്രി വൈകിയും ചിലപ്പോൾ വീടുകളിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ പീരുമേട്ടിൽ രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടി ഫോമുകളുമായി SIR ഫോമുകളുമായി വീട്ടിലേക്ക് എത്തിയ ഒരു BLOയ്ക്കാണ് ഈ നിലയിൽ മോശമായ അനുഭവം ഉണ്ടാകേണ്ടി വന്നത്. ആ നിലയ്ക്ക് ആ സമയത്ത് വീട്ടിലേക്ക് എത്തേണ്ടതില്ല എന്ന് കർശനമായി തന്നെ വീട്ടുകാർ പറയുന്നുണ്ട്. അസഭ്യം പറയുന്നത് ശബ്ദരേഖയിലുണ്ട്. പക്ഷേ ഇതുമായി സഹകരിക്കണമെന്ന് ഏറ്റവും താഴ്മയായി തന്നെ ആ BLO അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പോലീസിനെ വിളിക്കുമെന്ന് അടക്കം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതാണ് ശബ്ദരേഖയിൽ കേൾക്കാൻ കഴിയുന്നത്. നാളെ തനിക്ക് മറ്റൊരിടത്ത് ഈ ഫോം വിതരണത്തിന് പോകാനുള്ളതാണ് എന്ന് ആ ശബ്ദരേഖയിൽ BLO അഭ്യർത്ഥിക്കുന്നുണ്ട്. അതിൽ തന്നെ വ്യക്തമാണ് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഫോം എത്തിക്കുക, അത് തന്നെയും ആളുകളില്ലെങ്കിൽ വീണ്ടും ആ മേഖലയിലേക്ക് വീണ്ടും പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ വീടുകളും കയറിയിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് രാത്രി വൈകിയും അടക്കം ഈ നിലയിൽ വീടുകളിലേക്ക് എത്തേണ്ടി ഉണ്ടാകുന്നത്. അത് നാട്ടുകാർക്കും ആളുകൾക്കും തന്നെയും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് BLOമാരുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ നിലയിൽ മോശം അനുഭവം വീടുകളിൽ നിന്നുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനോട് തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? തങ്ങളുടെ ചുമതല എന്ന നിലയിൽ ഇത് പൂർത്തിയാക്കുക, അതിനുമേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു കൃത്യസമയത്ത് പൂർത്തിയാക്കുവാൻ വേണ്ടി. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വീടുകളിൽ എത്തുമ്പോൾ തന്നെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല വീടുകളിലും പട്ടിയുണ്ട്. പട്ടി ആക്രമിക്കാൻ വരുന്ന സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ചാടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ മോശം അനുഭവമാണ് ഓരോ വീടുകളിലേക്ക് എത്തുമ്പോഴും BLOമാർ നേരിടുന്നത്. ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പീരുമേട് മേഖലയിൽ നിന്നാണ്. ആ BLOയുടെ പേര് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ നിലയിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാകുന്നു. നിരന്തരം ഇത്തരം സംഭവങ്ങൾ BLOമാർ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് SIR പ്രവർത്തനങ്ങളുടെ കൃത്യതയെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇടുക്കി പോലെ ഭൂമിശാസ്ത്രപരമായ ചില പരിമിതികളുള്ള മേഖലയിൽ വലിയ പ്രതിസന്ധി BLOമാർ നേരിടുന്നുണ്ട്. അമൃത. ശരി ആഷിഖ്, തുടരൂ. നമുക്ക് ഒരിക്കൽ കൂടി ആ BLOയുടെ ശബ്ദ സന്ദേശം കേൾക്കാം. അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? പക്ഷെ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് ഇവിടെ വേണ്ടെന്നേ. നിങ്ങൾ വേറെ ഈ വത്സമ്മയുടെ വീടല്ലേ ഇത്? അല്ല, വത്സമ്മയുടെ വീടല്ല. ചേച്ചി ഒന്ന് സഹകരിക്കണേ, ഇതൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ഈ 9 മണിക്കൊക്കെ വന്നാൽ ഇവിടെ ഒന്നും സഹകരണം ഒന്നും നടക്കത്തില്ല. പൊക്കോ, നാളെ രാവിലെ വന്നാൽ നോക്കാം. അല്ല, എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണേ. ബുദ്ധിമുട്ട് ഞങ്ങളെന്തിനാ മനസ്സിലാക്കുന്നത്? അല്ല, ഞങ്ങളെ വേണം, നിങ്ങൾക്കത് നിർബന്ധം. ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, നിങ്ങളുടെ കയ്യെ കൊടുക്കാം. അത് നിങ്ങൾ 9 മണിക്കാണ് വരുന്നത്. ആ മേശപ്പുറത്ത് വെച്ചിട്ട് വെക്കും. 9 മണിക്കാണ് നിങ്ങളുടെ വീടുകളിൽ കൂടെ ഇതുകൊണ്ട് വരുന്നത്. നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. പോലീസിനെ വിളിക്കണോ? വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട, പോയിക്കോ കേട്ടോ. ഞാൻ തന്നിട്ട് പോകാൻ വന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ തരണ്ടാന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ ഈ പാതിരാത്രിക്ക് വന്നിട്ട്. ഇടുക്കി പീരുമേടിൽ നിന്നുള്ള ഒരു ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ കേട്ടത്. എത്രത്തോളം നിസ്സഹായനാണ് ആ BLO എന്ന് തന്നെയാണ് ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.
ഈ പറഞ്ഞതുപോലെ ഇത് ഒരാളുടെ മാത്രം അനുഭവമായിരിക്കണമെന്നില്ല. ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകാം. കാരണം ഒരുപാട് വീടുകൾ കവർ ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു ബൂത്തിൽ തന്നെ നിരവധി വീടുകളുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും രാത്രിയിലൊക്കെ പോയി ഫോമുകൾ നൽകേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ ഇതൊന്നും പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത്തരത്തിൽ നിസ്സഹായരായി വരുന്ന ആളുകളോടുള്ള പ്രതികരണം പലയിടത്തും പട്ടിയെ വരെ അടിച്ചിടുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. അതിനിടയിലാണ് മുകളിൽ നിന്നുള്ള ഈ ജോലി സമ്മർദ്ദവും ടാർഗറ്റ് തികയ്ക്കലും ഒക്കെ തന്നെ വരുന്നത്.